നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ട്. കുവൈറ്റിലെ പുതിയ താമസ നിയമത്തിൽ പ്രഖ്യാപിച്ച ഇളവുകൾ രാജ്യത്ത് കഴിയുന്ന നിയമലംഘകർക്ക് ബാധകമല്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം. താമസ നിയമലംഘകർക്ക് പ്രവേശന നിരോധനം ഏർപ്പെടുത്തി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്നും മന്ത്രാലയം. മന്ത്രാലയങ്ങളിലും സർക്കാർ ഏജൻസികളും സായാഹ്ന ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പിലാക്കി കുവൈറ്റ്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പുകൾ പുറത്ത്. നിയമനത്തിനെന്ന പേരിൽ പണം വാങ്ങിയത് MLA IC ബാലകൃഷ്ണൻ എന്ന കത്തിൽ. DCC പ്രസിഡന്റ് ND അപ്പച്ചനെതിരെയും പരാമർശം. കത്തിലെ കൈയക്ഷരം പരിശോധിക്കണമെന്ന് IC ബാലകൃഷ്ണൻ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി DYFI. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. കൊലപാതക സംശയം അന്വേഷിക്കണമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തോട് കോടതി. അപ്പീൽ നൽകുമെന്ന് നവീന്റെ കുടുംബം. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത കേസിൽ PV അൻവറിന് ജാമ്യം. 18 മണിക്കൂർ നീണ്ട ജയിൽവാസത്തിന് ശേഷം അൻവർ പുറത്തിറങ്ങി. ജാമ്യം അനുവദിച്ചത് നിലമ്പൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. 50,000 രൂപ ജാമ്യത്തുകയായും പൊതുമുതൽ നശിപ്പിച്ചതിന് 35,000 രൂപയും കെട്ടിവെക്കണം. അൻവറിന്റെ അനുയായി EK സുഗുവും കസ്റ്റഡിയിൽ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. കണ്ണൂർ മുന്നിൽ, തൊട്ടുപിന്നിൽ തൃശൂരും കോഴിക്കോടും. പുത്തരിക്കണ്ടത്തെ ഊട്ടുപുരയിലെത്തി മുഖ്യമന്ത്രി. വാർത്തയിലേക്ക്. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു. വാർത്താ സമ്മേളനത്തിലാണ് ട്രൂഡോ രാജിപ്രഖ്യാപനം നടത്തിയത്. 9 വർഷം അധികാരത്തിലിരുന്ന ശേഷമാണ് ട്രൂഡോയുടെ പടിയിറക്കം. ജസ്റ്റിൻ ട്രൂഡോ ലിബറൽ പാർട്ടിയുടെ തലപ്പത്ത് നിന്നും സ്ഥാനമൊഴിഞ്ഞു. ജനപ്രീതി കുത്തനെ ഇടിഞ്ഞ സാഹചര്യത്തിലാണ് ട്രൂഡോയുടെ രാജിപ്രഖ്യാപനം. ഒക്ടോബറിൽ 20ഓളം MPമാർ ട്രൂഡോയുടെ രാജി ആവശ്യപ്പെട്ട് കത്തിൽ ഒപ്പിട്ടിരുന്നു. പണപ്പെരുപ്പം, ഭവന പ്രതിസന്ധി, കുടിയേറ്റം തുടങ്ങി നിരവധി പ്രതിസന്ധികളാണ് സർക്കാർ നേരിടുന്നത്. ഡിസംബർ 16-ന് ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായ ക്രിസ്റ്റിയ ഫ്രീലാൻഡ് രാജിവെച്ചിരുന്നു. ട്രൂഡോയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചായിരുന്നു രാജി. ഇനി ഗൾഫ് വാർത്തയിലേക്കാണ്. കുവൈറ്റിൽ കഴിഞ്ഞ ദിവസം പ്രാബല്യത്തിൽ വന്ന പുതിയ താമസ നിയമത്തിൽ പ്രഖ്യാപിച്ച ഇളവുകൾ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താതെ രാജ്യത്ത് കഴിയുന്ന നിയമലംഘകർക്ക് ബാധകമാകില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം. ഈ വിഭാഗത്തിൽപ്പെട്ട താമസ നിയമലംഘകർക്ക് കുവൈറ്റിലേക്ക് പ്രവേശന നിരോധനം ഏർപ്പെടുത്തി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്നും മന്ത്രാലയം അറിയിച്ചു. പുതിയ താമസ നിയമപ്രകാരം തൊഴിലുടമയുമായുള്ള തർക്കങ്ങളെ തുടർന്ന് താമസരേഖ പുതുക്കുവാൻ സാധിക്കാത്തവർക്ക് അനുരഞ്ജനത്തിലൂടെ താമസരേഖ പുതുക്കുവാൻ അനുമതി നൽകുന്നുണ്ട്. ഇതിന് നിശ്ചിത പിഴയും ഈടാക്കും. എന്നാൽ ഈ ഇളവ് 2023 ജൂൺ 30-ന് ശേഷമുള്ള താമസ നിയമലംഘകർക്ക് മാത്രമേ ബാധകമാകുകയുള്ളൂ എന്നും മന്ത്രാലയം വിശദീകരിച്ചു. കുവൈറ്റിൽ മന്ത്രാലയങ്ങളും സർക്കാർ ഏജൻസികളും സായാഹ്ന ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പിലാക്കി തുടങ്ങി. സർക്കാർ മേഖലയിലെ തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള മന്ത്രിസഭാ തീരുമാനത്തിന് അനുസൃതമായാണ് സായാഹ്ന ഷിഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്തുന്നത്. നടപടിക്രമങ്ങൾ ലഘൂകരിച്ചും പൊതുജനങ്ങൾക്ക് അനുയോജ്യമായ വിവിധ സമയങ്ങളിൽ സേവനങ്ങൾ ലഭ്യമാക്കിയും ഇടപാടുകൾ പൂർത്തിയാക്കുന്നതിന് പൗരന്മാർക്കും താമസക്കാർക്കും കൂടുതൽ സൗകര്യം നൽകുവാനാണ് ഈ സംരംഭം. മന്ത്രാലയങ്ങളും അധികാരികളും സ്ഥാപനങ്ങളും സായാഹ്ന ഷിഫ്റ്റിനായി നിയോഗിക്കപ്പെട്ട ജീവനക്കാരുടെ പേരും എണ്ണവും നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു. ജോലി സമയം ഉച്ചകഴിഞ്ഞ് 3:30-ന് മുൻപ് ആരംഭിക്കില്ല. കൂടാതെ മറ്റ് വ്യവസ്ഥകൾക്കൊപ്പം സായാഹ്ന ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഫ്ലെക്സിബിൾ ജോലി സമയം ബാധകമല്ല. കുവൈറ്റിൽ അബ്ദുൾ അസീസ് അൽ സദാരിയെ കൊലപ്പെടുത്തിയ കേസിൽ രാജകുടുംബാംഗത്തിന്റെ വധശിക്ഷ കാസേഷൻ കോടതി ശരിവച്ചു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 10-ന് മുബാറക് അൽ കബീർ ഗവർണറേറ്റിലെ ഇരയുടെ വീടിന് മുൻപിൽ കലാനിഷ്കോവ് റൈഫിൾ ഉപയോഗിച്ചാണ് കുറ്റകൃത്യം നടന്നത്. ഇരയ്ക്ക് 12 തവണ വെടിയേറ്റു. ഹെൽമറ്റ് ധരിച്ച് വേഷം മാറി കുറ്റവാളി സംഭവസ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു. പക്ഷേ പിന്നീട് കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധം സഹിതം പിടികൂടി. വധശിക്ഷ സ്ഥിരീകരിച്ചുകൊണ്ട് നിയമ നടപടികൾ അവസാനിപ്പിച്ചു.
ശൈത്യകാല അവധിക്ക് ശേഷം UAE-യിലെ സ്കൂളുകൾ തുറന്നു. ഇന്ത്യൻ സിലബസ് പിന്തുടരുന്ന സ്കൂളുകൾ 3-ാം പാദ അധ്യയനത്തിലേക്കും പ്രാദേശിക വിദേശ സിലബസുകൾ പിന്തുടരുന്ന സ്കൂൾ 2-ാം പാദ അധ്യയനത്തിലേക്കും കടക്കും. SSLC +2 വിദ്യാർത്ഥികൾക്ക് പരീക്ഷക്കാലം കൂടി ആരംഭിക്കുകയാണ്. CBSE ബോർഡ് പരീക്ഷ അടുത്ത മാസം നടക്കും. SSLC പരീക്ഷകൾ മാർച്ചിലാണ് നടക്കുന്നത്. വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. സ്കൂളുകൾ തുറക്കുന്നതോടെ നിരത്തുകളിൽ ഗതാഗത തിരക്കും വർദ്ധിക്കും. സ്കൂളുകൾ, ബസ്സുകളുടെ സ്റ്റോപ്പ് സൈൻ ബോർഡുകൾ മറികടക്കരുതെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. നിയമലംഘനത്തിന് 1000 ദിർഹമാണ് പിഴ. ജിദ്ദയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴ പെയ്തു. ജിദ്ദയിൽ റെഡ് അലർട്ടാണുള്ളത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ സൗദിയുടെ വിവിധ പ്രവിശ്യയിലെത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വടക്കൻ പ്രവിശ്യയിൽ നിന്നും മഴ അൽ-ഖസീം, റിയാദ്, കിഴക്കൻ പ്രവിശ്യ അൽബാഹ, അസീർ, മദീന, മക്ക പ്രവിശ്യകളിലെത്തും. ജിദ്ദ കണ്ണൂർ ജില്ലാ പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ജിദ്ദയിലെ ഹരാസത്തിൽ സംഘടിപ്പിച്ച ഖൽബിലാണ് കണ്ണൂർ അക്ഷരാർത്ഥത്തിൽ ജിദ്ദയിലെ കണ്ണൂരുകാരുടെ ഉത്സവമായി. ജിദ്ദ ആദ്യമായാണ് കണ്ണൂർ കൂട്ടായ്മ ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ജിദ്ദ കണ്ണൂർ ജില്ലാ പ്രവാസി കൂട്ടായ്മ ഖൽബിലാണ് കണ്ണൂർ എന്ന പേരിൽ ജിദ്ദയിൽ ആദ്യമായി സംഘടിപ്പിച്ച കണ്ണൂർ കൂട്ടായ്മയുടെ പരിപാടി വിവിധ പരിപാടികൾ കൊണ്ടും സംഘടനാ മികവ് കൊണ്ടും ശ്രദ്ധേയമായി. ഗ്രീൻസ് ജിദ്ദ അവതരിപ്പിച്ച മുട്ടിപ്പാട്ട്, ഇക്ബാൽ തില്ലങ്കേരിയുടെ നേതൃത്വത്തിൽ നടന്ന അറബിക് പാട്ട് എന്നിവ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ ഇനം കലാമത്സര പരിപാടികൾ സംഗമത്തിന് മാറ്റുകൂട്ടി. കണ്ണൂരിലെ ബിരിയാണിയും പുഡിങ്ങും മൈലാഞ്ചി മത്സരവും പരിപാടിക്ക് ഇരട്ടി മധുരമായി. ഇക്ബാൽ തില്ലങ്കേരിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി ഡോക്ടർ അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. സുബൈർ പെരളശ്ശേരി, റിയാസ് ഇരിക്കൂർ, താഹിർ പനങ്കോട്, സിദ്ദീഖ് പള്ളിപ്പറമ്പ് എന്നിവർ സംസാരിച്ചു. നസീർ മണിയറ, അനീസ് കോളച്ചേരി, അനസ് കൂത്തുപറമ്പ്, നൌഫൽ പള്ളിപ്പത്ത്, ഷറഫുദ്ദീൻ ശ്രീകണ്ഠപുരം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സുൽഫിഖറുദായി, അമൃത ന്യൂസ്, ജിദ്ദ. നിയമനക്കോഴ ബാധിതയിൽ ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണനെതിരെ പരാമർശം. നിയമനത്തിനെന്ന പേരിൽ പണം വാങ്ങിയത് MLA ആണെന്ന് കത്തിൽ പറയുന്നു. KPCC പ്രസിഡന്റ് K സുധാകരൻ എഴുതിയ NM വിജയം എഴുതിയ മരണക്കുറിപ്പ് അമൃത ന്യൂസിന് ലഭിച്ചു. 50 വർഷം കോൺഗ്രസിനായി ജീവിച്ച അച്ഛനെ നേതാക്കൾ ചതിച്ചെന്നും NM വിജയന്റെ മക്കൾ വ്യക്തമാക്കുന്നു. DCC ട്രഷറർ NM വിജയൻ കുടുംബത്തിനും KPCC അധ്യക്ഷനുമായി എഴുതിയ ആത്മഹത്യക്കുറിപ്പാണ് പുറത്തു വന്നത്. 4 മരണക്കുറിപ്പുകളാണ് NM വിജയൻ തയ്യാറാക്കിയത്. KPCC പ്രസിഡന്റിനും മൂത്തമകനും പ്രത്യേകം കത്തുകളുണ്ട്. ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യത ഏറ്റുപറഞ്ഞും മകനോട് മാപ്പ് പറഞ്ഞുമാണ് കത്തുകൾ. കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ KPCC അധ്യക്ഷൻ എഴുതിയ കത്തിലുണ്ട്. കടുത്ത സാമ്പത്തിക ബാധ്യതയിലായിരുന്നു NM വിജയൻ എന്ന് തെളിയിക്കുന്ന ആത്മഹത്യക്കുറിപ്പാണ് പുറത്തു വന്നത്. അരനൂറ്റാണ്ടുകാലം പാർട്ടിക്ക് വേണ്ടി ജീവിതം തുലച്ചു. മരണത്തിന് ശേഷം പാർട്ടി തലത്തിൽ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ എഴുതിവെച്ച 4 കത്തും പുറത്തുവിടണമെന്നും കുടുംബത്തിനുള്ള കത്തിൽ പറയുന്നു. 4 പേജിലാണ് മകൻ വിജിത്തിനെ അഭിസംബോധന ചെയ്തുള്ള കത്തുള്ളത്. അർബൻ ബാങ്കിലെ കടബാധ്യത പാർട്ടി ഏറ്റെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ എല്ലാ കത്തുകളും വിവരങ്ങളും പരസ്യമാക്കണം. മൃതദേഹം ശ്മശാനത്തിൽ അടക്കം ചെയ്യണമെന്നും കത്തിലുണ്ട്. കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ KPCC പ്രസിഡന്റ് K സുധാകരൻ എഴുതിയ 2 കത്തുകളിലുണ്ട്. പണം വാങ്ങിയത് നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് NM വിജയൻ കത്തിൽ സൂചിപ്പിക്കുന്നു. ബാങ്ക് നിയമനത്തിനായി പണം വാങ്ങാൻ നിർദ്ദേശിച്ചത് IC ബാലകൃഷ്ണൻ MLA ആണെന്നും പ്രശ്നം വന്നപ്പോൾ നേതൃത്വം കൈയൊഴിഞ്ഞുവെന്നും കത്തിലുണ്ട്. എന്തുപറ്റിയാലും ഉത്തരവാദിത്തം പാർട്ടിക്കാണ്. KPCC പ്രസിഡന്റ് K സുധാകരൻ എഴുതിയ സാമ്പത്തിക ബാധ്യതകളെക്കുറിച്ചുള്ള കത്തിൽ IC ബാലകൃഷ്ണനും ND അപ്പച്ചനും പണം വാങ്ങിയെന്ന് പരാമർശമുണ്ട്. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും മരിക്കേണ്ടി വരുമെന്നും KPCC നേതൃത്വം എഴുതിയ കത്തിൽ പരാമർശിക്കുന്നു. 2 ബാങ്കുകളിലായി 1 കോടി രൂപയുടെ ബാധ്യത വിജയനുണ്ടെന്ന് ബത്തേരി DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. നിയമനത്തിനായി നടത്തിയ ഇടപാടിലൂടെ വന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ് വിജയന്റെ ആത്മഹത്യയ്ക്ക് കാരണമായതെന്നും ആരോപണമുയർന്നിരുന്നു. ബാങ്ക് നിയമനത്തിന് NM വിജയൻ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ വഴി നിരവധി പേരിൽ നിന്ന് പണം വാങ്ങിയെന്നും ഇതിൽ IC ബാലകൃഷ്ണന് പങ്കുണ്ടെന്നുമായിരുന്നു പ്രധാന ആരോപണം. അതേസമയം ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് IC ബാലകൃഷ്ണൻ MLA പറഞ്ഞു.
അമൃത ന്യൂസ്, വയനാട്. ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതോടെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ പ്രതിഷേധ പ്രകടനം നടത്തി. MLA ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. അതേസമയം NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിലെ ആരോപണങ്ങൾ തള്ളി വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ. ആരോപണങ്ങളും ആക്ഷേപങ്ങളും പോലീസ് അന്വേഷിക്കട്ടെയെന്നും അപ്പച്ചൻ വ്യക്തമാക്കുന്നു. താൻ ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും ആക്ഷേപങ്ങൾ KPCC പരിശോധിക്കട്ടെയെന്നും ND അപ്പച്ചൻ കൽപ്പറ്റയിൽ പറഞ്ഞു. 100% ഉറപ്പിച്ച് ഞാൻ പറയൂ, അന്വേഷിക്കട്ടെ. അന്വേഷണത്തിനുള്ള ബന്ധപ്പെട്ട സംവിധാനം കേരളത്തിലുണ്ടല്ലോ. ആ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അന്വേഷിക്കട്ടെ. ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അന്നേരം തെളിയിക്കട്ടെ. വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് അതേ പറയാറുള്ളൂ. അന്വേഷണം നടന്നോട്ടെ. ഞാൻ അന്ന് തന്നെ സംഭവം നടന്നപ്പോൾ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു DCC ഭാരവാഹി ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. ആളെ മകൻ എന്ന് പറഞ്ഞാൽ ഇളയ മകനാണ്. അല്പം ബുദ്ധിമാന്യമുള്ള കുട്ടിയാണ് ആ ഇളയ മകൻ. അവിടെ ജോലി ഉണ്ടായിരുന്നു അവിടെ ബാങ്കിൽ. അതെന്തോ കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അതിനെപ്പറ്റി നിലമ്പൂർ DFO ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ ജാമ്യം ലഭിച്ച PV അൻവർ MLA ജയിലിൽ നിന്നും പുറത്തിറങ്ങി. 18 മണിക്കൂർ നീണ്ട ജയിൽ വാസത്തിന് ശേഷമാണ് PV അൻവർ രാത്രി 8:25 ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ PV അൻവറിനെ പ്രവർത്തകർ പൂമാലയും പൊന്നാടയും അണിയിച്ചാണ് സ്വീകരിച്ചത്. ജയിലിന് പുറത്ത് തടിച്ചുകൂടിയ DMK പ്രവർത്തകർ മധുരം വിതരണം ചെയ്താണ് അൻവർ ജയിലിന് പുറത്തിറങ്ങിയത് ആഘോഷിച്ചത്. അതേസമയം DFO ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ DMK നേതാവ് സുഗുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. CPM മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന സുഗു PV അൻവർ DMK രൂപീകരിച്ചപ്പോൾ നേതൃസ്ഥാനത്തെത്തുകയായിരുന്നു. അൻവറിന് ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് സുഗുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ദൈവത്തിന് നന്ദി. അതാണ് ഒറ്റവാക്കിൽ പറയാനുള്ളത്. കേരളത്തിലെ പൊതുസമൂഹവും ഈ നിൽക്കുന്ന പത്രക്കാരായ നിങ്ങളും ഇവിടുത്തെ മുഴുവൻ മനുഷ്യരും UDFന്റെ നേതാക്കന്മാരായ പാണക്കാട് തങ്ങളും ഈ പറയുന്ന കുഞ്ഞനാക്കുട്ടി സാഹിബും കോൺഗ്രസ് നേതാക്കളായ K. സുധാകരൻ, രമേശ് ചെന്നിത്തല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങി മുഴുവൻ ആളുകളും ഈ ഒരു വിഷയത്തിൽ ധാർമ്മിക പിന്തുണ നൽകി എന്നത് തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് ആശ്വാസകരമായിട്ടുള്ളത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണമില്ല. കേസിൽ SIT അന്വേഷണം തുടരുമെന്നും അന്വേഷണത്തിന് DIG മേൽനോട്ടം വഹിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേസിൽ അപ്പീൽ നൽകുമെന്നും ആവശ്യത്തിൽ നിന്നും പിന്മാറില്ലെന്നും നവീന്റെ ഭാര്യ മഞ്ജുഷയും വ്യക്തമാക്കി. മേൽക്കോടതിയെ സമീപിക്കുമെന്ന് നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബുവും അറിയിച്ചു. അന്വേഷണ മേൽനോട്ടത്തിന് കണ്ണൂർ റേഞ്ച് DIGയെ ചുമതലപ്പെടുത്തിയ കോടതി വിധി ആശ്വാസം നൽകുന്നതല്ലെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകും. സംശയങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നതായും പിന്നോട്ട് മാറില്ല എന്നും മഞ്ജുഷ പറഞ്ഞു. ഹൈക്കോടതി പരിഗണിച്ചില്ല. അതാണല്ലോ ഉത്തരവ് വന്നിരിക്കുന്ന ഹൈക്കോടതി കൃത്യമായിട്ട് പരിഗണിക്കാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു ഉത്തരവ് വന്നത്. ഞങ്ങൾ അപ്പീലുമായിട്ട് മുമ്പോട്ട് പോകും. അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിൽ ഒരു തൃപ്തിയുമില്ല, അത് തുടരുന്നതിൽ അർത്ഥമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത്. ഹർജിയിൽ മേഡം ഉന്നയിച്ച ആവശ്യം കോടതി തള്ളുമ്പോൾ തന്നെ ഒരു മേൽനോട്ടത്തിന് റേഞ്ച് DIG ചുമതലപ്പെടുത്തുന്നുണ്ട്. നമുക്കത് ആശ്വാസകരമല്ല, തൃപ്തികരമല്ല എന്നുള്ളതാണ് അല്ലേ? തൃപ്തികരമല്ല. വിധി വന്നു. ചൈനയിൽ അതിവേഗം പടർന്നുകൊണ്ടിരിക്കുന്ന ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ഇന്ത്യയിലും കണ്ടെത്തി. ബംഗളൂരുവിന് പിന്നാലെ ഗുജറാത്തിലും HMPV വൈറസ് രോഗബാധ സ്ഥിരീകരിച്ചു. അഹമ്മദാബാദിൽ 2 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് രോഗം സ്ഥിരീകരിച്ചത്. നേരത്തെ ബംഗളൂരുവിൽ 8 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനും 3 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനും രോഗം സ്ഥിരീകരിച്ചു. ബംഗളൂരുവിലെ ബാപ്റ്റിസ്റ്റ് ആശുപത്രിയിൽ 3ഉം 8ഉം മാസം പ്രായമുള്ള കുട്ടികളിലും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 2 മാസവും പ്രായമുള്ള കുട്ടിയിലുമാണ് HMPV വൈറസ് ബാധ കണ്ടെത്തിയത്. ചൈനയിലെ HMPV വ്യാപനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇന്ത്യയിലും വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ രോഗം കണ്ടെത്തിയ ബംഗളൂരുവിലെ 2 കുട്ടികൾക്കും വിദേശയാത്രാ പശ്ചാത്തലമില്ല.
അതുകൊണ്ട് തന്നെ അവരിലെ വൈറസ് ബാധയ്ക്ക് ചൈനയുമായി ബന്ധമില്ലെന്നാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പനിയും ജലദോഷത്തെയും തുടർന്ന് അഹമ്മദാബാദ് ചന്ദേഖേഡയിലെ സ്വകാര്യ ആശുപത്രിയിൽ 2 മാസം പ്രായമുള്ള കുട്ടിയെ പ്രവേശിപ്പിച്ചത്. തുടർന്ന് നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് പോസിറ്റീവായത്. ബംഗളൂരുവിലാണ് ആദ്യ കേസ് സ്ഥിരീകരിച്ചത്. സ്വകാര്യ ലാബിലെ പരിശോധനയിലാണ് രോഗം കണ്ടെത്തിയത്. കടുത്ത ചുമ, മൂക്കൊലിപ്പ്, അടഞ്ഞ മൂക്ക്, പനി, തൊണ്ടവേദന എന്നിവയാണ് സാധാരണ രോഗലക്ഷണങ്ങൾ. എന്നാൽ അസുഖം മൂർച്ഛിച്ചാൽ ശ്വാസം മുട്ടലും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടേക്കാം. അതേസമയം കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഡൽഹി, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ ചികിത്സാ ക്രമീകരണങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി. അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടാൻ സംസ്ഥാനങ്ങൾ സജ്ജമാകണമെന്നും കേന്ദ്ര ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് വ്യാപനം അതീവ ജാഗ്രതയോടെയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ നിരീക്ഷിച്ചു വരുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തിരുവരങ്ങ് പവേർഡ് ബൈ ഇനി എത്ര വേണമെങ്കിലും ബട്ടർ അടിക്കാം. ഹാപ്പി പീനട്ട് ബട്ടർ ആൻഡ് ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് സാധു മെറി കിങ്ഡം അമ്യൂസ്മെന്റ് പാർക്ക്, ചാല ഹിൽസ്, കണ്ണൂർ. കേര ഫെഡിന്റെ പരിശുദ്ധമായ കേര വെളിച്ചെണ്ണ. അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 3ാം ദിവസത്തെ മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ കപ്പിനായുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുകയാണ്. 698 പോയിന്റുമായി കണ്ണൂർ ജില്ല 1ാം സ്ഥാനത്തും 693 പോയിന്റുമായി തൃശൂർ ജില്ല 2ാം സ്ഥാനത്തുമാണ്. കോഴിക്കോട് ജില്ലയ്ക്കും 693 പോയിന്റുമായി 3ാം സ്ഥാനത്തുണ്ട്. ആതിഥേയരായ തിരുവനന്തപുരം ജില്ല 651 പോയിന്റുമായി 9ാം സ്ഥാനത്താണ്. തിരുവാതിര, മിമിക്രി, മോണോ ആക്ട്, കോൽക്കളി, ചവിട്ടുനാടകം തുടങ്ങിയ ജനപ്രിയ ഇനങ്ങൾ ഇന്ന് അരങ്ങേറി. അതേസമയം മാപ്പിളപ്പാട്ട് വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം എത്തിയതോടെ വിധികർത്താക്കൾക്കെതിരെ രക്ഷിതാക്കൾ രംഗത്തെത്തി. 14 മത്സരാർത്ഥികളിൽ 7 പേർക്ക് മാത്രമാണ് എ ഗ്രേഡ് ലഭിച്ചത്. ബാക്കിയുള്ളവർക്ക് ബി ഗ്രേഡാണ് നേടാനായത്. ഇതോടെയാണ് പ്രതിഷേധം ഉയർന്നത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലെ ഊട്ടുപുര സന്ദർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മന്ത്രിമാരായ വി ശിവൻകുട്ടി, ജി ആർ അനിൽ തുടങ്ങിയവർക്കൊപ്പമെത്തിയാണ് മുഖ്യമന്ത്രി വന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് മുഖ്യമന്ത്രി ഊട്ടുപുരയിലെത്തിയത്. പഴയിടം മോഹനൻ നമ്പൂതിരിയെ നേരിട്ട് കണ്ട മുഖ്യമന്ത്രി കുശലാന്വേഷണം നടത്തി. നിരവധി MLA-മാരും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുന്നവരോടും കഴിക്കാനിരിക്കുന്നവരോടും കുശലം പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി നടന്നു നീങ്ങിയത്. ഊട്ടുപുരയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അധ്യാപകരടക്കമുള്ളവരോടും മുഖ്യമന്ത്രി വിശേഷങ്ങൾ തിരക്കി. മുഖ്യമന്ത്രി എത്തിയപ്പോൾ വലിയ ജനത്തിരക്കാണ് ഊട്ടുപുരയിൽ അനുഭവപ്പെട്ടത്. പഴയിടം തയ്യാറാക്കിയ പായസം അല്പം രുചിച്ചു നോക്കിയ ശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ മടക്കം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അന്യം നിന്ന് തുടങ്ങുന്ന നിരവധി കലാരൂപങ്ങൾക്ക് പുതുജീവൻ പകരുക കൂടിയാണ് ഓരോ കലോത്സവങ്ങളും. അക്കൂട്ടത്തിലാണ് യക്ഷഗാനവും. അന്യമാകുന്ന ഈ കലാരൂപത്തെ ചേർത്ത് പിടിക്കുകയാണ് കൊല്ലം പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ. പെൺകുട്ടികൾ മാത്രമടങ്ങിയ ടീമായിരുന്നു അമൃതയുടേതെന്നതും മറ്റൊരു പ്രത്യേകതയായി. കലോത്സവങ്ങളിൽ പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ മാറ്റുരച്ചു തുടങ്ങിയ കാലം മുതൽ അവതരിപ്പിക്കുന്നതാണ് യക്ഷഗാനം. വെറുമൊരു മത്സരം എന്നതിനപ്പുറം അന്യം നിന്ന് തുടങ്ങുന്ന ഈ കലാരൂപത്തിന് പുനർജീവൻ പകരുക കൂടിയാണ് അമ്മയുടെ ഈ സരസ്വതീക്ഷ. തെയ്യവും കഥകളിയുമായി സാമ്യപ്പെടുന്ന പൗരാണികമായ കലാരൂപമാണ് യക്ഷഗാനം. സ്ത്രീകളെ ഉൾപ്പെടുത്താതെ പുരുഷന്മാർ തന്നെ സ്ത്രീവേഷത്തിൽ ആടിക്കളിച്ചിരുന്നു ഒരു കാലത്ത്. എന്നാൽ പാരിപ്പള്ളി അമൃത സ്കൂളിന്റെ യക്ഷഗാന ടീമിൽ മുഴുവൻ പെൺകുട്ടികളായിരുന്നു എന്നതും ശ്രദ്ധേയമായി. മുരാസുരവധമായിരുന്നു ഇവർ വേദിയിൽ അവതരിപ്പിച്ചത്. മുറാസുരൻ എന്ന ഒരു അസുരൻ ദേവലോകത്തെ കീഴടക്കാൻ വന്നു. അപ്പം ഇതറിഞ്ഞ ദേവേന്ദ്രൻ മുറാസുരനായിട്ട് യുദ്ധം ചെയ്ത് പരാജയപ്പെടുന്നു. അങ്ങനെ ദേവേന്ദ്രൻ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് സഹായം ചോദിച്ചിരുന്നു. അപ്പം മഹാവിഷ്ണു സഹായിക്കാമെന്ന് പറഞ്ഞ് മുറാസുരനായിട്ട് യുദ്ധം ചെയ്യുന്നു. എന്നാൽ മഹാവിഷ്ണുവും ഇതിൽ നിന്ന് മുറാസുരനോട് പരാജയപ്പെട്ടു പോകുന്നു. അങ്ങനെ മഹാവിഷ്ണു ദേവിയോട് സഹായം ചോദിക്കുക. അങ്ങനെ ദേവി ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാൻ സഹായിച്ചോളാം എന്ന് പറഞ്ഞ് മുറാസുരനായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. അങ്ങനെ മുറാസുരനെ വധിച്ച് ദേവലോകം തിരിച്ച് ദേവേന്ദ്രൻ്റെ നൽകുന്നതാണ് കഥ.
ആർച്ച എസ്, നിരഞ്ജന എസ് എ, അലീന ബി ജെ, കൃഷ്ണ, നിള ബി, ദേവിക എസ്, നന്ദന എന്നിവരാണ് വിവിധ കഥാപാത്രങ്ങളായി വേദിയിലെത്തിയത്. കർണാടക മല്ലം സ്വദേശി മുകുന്ദരാജാണ് യക്ഷഗാനം ഇവരെ അഭ്യസിപ്പിച്ചത്. യക്ഷഗാനം പറഞ്ഞെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള നെല്ല് കുറേ ഉണ്ടായില്ല. ഇപ്പോൾ നമുക്ക് ബാക്കിയില്ല, നാടകമായിട്ട് ഇത് മറ്റേ ഇപ്പോൾ ഡാൻസ് ഒക്കെ ഇട്ട് ഇത് കളിക്കുന്നുണ്ട്, അതിലെന്ത് കിട്ടത്തില്ല. യക്ഷഗാനത്തിൽ എന്താ പൗരാണിക്കിന് നമ്മളെ ഹിസ്റ്ററി കിട്ടും. എന്തെങ്കിലും രാമായണം, മഹാഭാരതം ഇതെല്ലാം ഉണ്ടല്ലേ, അതെല്ലാം അതിൻ്റെ ഒരു കഥാതി വരും. അതിൽ പിന്നെ കൃഷ്ണൻ്റെ അവതാരം, അതല്ലാതെ ദേവീൻ്റെ അവതാരം, ഇങ്ങനെയെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. മികച്ച പ്രകടനം കാഴ്ചവെച്ച യക്ഷഗാനത്തിൽ എ ഗ്രേഡ് തന്നെ ഈ മിടുക്കികൾ സ്വന്തമാക്കി. കുട്ടികളുടെ പ്രകടനം നേരിൽ കണ്ട് ആസ്വദിക്കുവാൻ അമ്മയുടെ പ്രഥമ ശിഷ്യരിൽ ഒരാളായ സന്യാസി ശ്രേഷ്ഠൻ സ്വാമി തുര്യാമൃതാനന്ദപുരിയും കലോത്സവ വേദിയിലേക്ക് എത്തിയിരുന്നു. കാസർഗോഡ് നിന്നും ഉത്ഭവിച്ച കർണാടകയിൽ പ്രചരിച്ച യക്ഷഗാനം എന്ന കലാരൂപത്തെ പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ ചേർത്തുപിടിച്ച ഇപ്പോൾ അനന്തപുരിയിലേക്കും എത്തിച്ചിരിക്കുന്നു. വെറുമൊരു മത്സര ഇനം മാത്രമല്ല അമൃതയ്ക്ക് യക്ഷഗാനം. പ്രതിവാളത്തുകൊണ്ടൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്. ആസ്വാദകർ ഏറ്റെടുത്ത മത്സരമായിരുന്നു തായമ്പക. നിറഞ്ഞ സദസ്സിൽ ആവേശത്തോടെ മത്സരാർത്ഥികൾ കൊട്ടിക്കയറി. ഒരു കൈയിൽ ചെണ്ടക്കോൽ, മറുകൈ നേരെ ചെണ്ടത്തലപ്പത്ത്. മനോധർമ്മ പ്രകടനങ്ങളാൽ താളവിസ്മയം തീർക്കാവുന്ന തായമ്പക മത്സരം സാധാരണ ഗ്രൂപ്പിനമാണ്. ഒറ്റയ്ക്കുമാകാം. താളപ്പെരുക്കം പ്രധാനമെന്ന് മാത്രം. ഇത്തവണ മത്സരാർത്ഥികളിലേറെയും ഒറ്റക്കൊമ്പന്മാർ. ഗ്രൂപ്പ് വേണ്ട എന്ന തീരുമാനം എന്തായാലും ഒറ്റയ്ക്ക് കൊട്ടിക്കയറി. ഐറ്റത്തിൻ്റെ റൂൾ എന്ന് പറയുന്നത് 1+5 എന്നാണ്. ഒരാൾ കൊട്ടിയിട്ട് 5 പേര് വട്ടം പിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് അതിൻ്റെ റൂള്. അങ്ങനെയാണ്. പക്ഷേ ഇതിൽ ഇപ്പോൾ ഇന്നലെയും ഇന്നായിട്ട് നടന്ന തായമ്പക മത്സരത്തിൽ മെജോറിറ്റിയും സിംഗിളായിട്ടുള്ള മത്സരമാണ് നടന്നിരിക്കുന്നത്. ഒരു താളം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരിക്ക് തൻ്റെ കഴിവ് മൊത്തമായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. തായമ്പക എന്ന് പറയുന്നത് താളത്തിൽ വക കൊട്ടുക എന്നാണ്. താളം അങ്ങനെ മുറുകുമ്പോൾ തലയിളക്കി കൈകൾ തട്ടി മേളക്കാരനൊപ്പം ആസ്വാദകന് മലിഞ്ഞു ചേർന്നു. കൈയും കോലും പതിയുന്നിടത്ത് ആസ്വാദകന്റെ മനമെത്തണം. അതിലാണ് മേളക്കാരന്റെ ജയം. മത്സരാവേശം തീർക്കുന്ന പരിക്കുകൾ അതുണ്ടാകാം. വേദനയുണക്കുന്ന മരുന്നും അവിടെയുണ്ടല്ലോ. 312 ഏക്കർ. ഈ തിണർപ്പുകൾ ഭാവിയിൽ തഴമ്പുകളാകട്ടെ. കലാപാരമ്പര്യമേറും അഭിമാന തഴമ്പുകൾ. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം കലോത്സവ നഗരിയിൽ നിന്നും ശ്രീജ ആശിഷ്, അമൃത ന്യൂസ്. മറ്റു വാർത്തയിലേക്കാണ്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണം. 9 ജവാന്മാർ കൊല്ലപ്പെട്ടു. ദന്തേവാഡ ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡിലെ 8 ജവാന്മാരും ഒരു ഡ്രൈവറുമാണ് കൊല്ലപ്പെട്ടത്. വാഹനത്തിലുണ്ടായിരുന്നത് 20 ജവാന്മാരാണ്. സുരക്ഷാ സേനയുടെ വാഹനത്തിന് നേരെയാണ് മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടായത്. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിലാണ് സംഭവം. മാവോയിസ്റ്റുകൾ IED ഉപയോഗിച്ചാണ് വാഹനം ആക്രമിച്ചത്. നടി ഹണി റോസിനെ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ച കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊച്ചി കുമ്പളം സ്വദേശി ഷാജിയാണ് സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. കഴിഞ്ഞ ദിവസമായിരുന്നു സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചെന്ന് കാണിച്ച് നടി പരാതി നൽകിയത്. ഇതേ തുടർന്ന് 30 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പൊതുവേദികളിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തി പിന്നാലെ നടന്ന് അപമാനിക്കുന്ന പ്രമുഖനായ വ്യക്തിക്കെതിരെ ഹണി റോസ് ഫേസ്ബുക്കിലൂടെ ശക്തമായ ഭാഷയിൽ പ്രതികരണം നടത്തിയിരുന്നു. നടിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെ അശ്ലീല കമന്റുകളിട്ട 30 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ കമന്റിട്ട കൊച്ചി കുമ്പളം സ്വദേശി ഷാജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് അപമാനം നേരിട്ടു. പിന്നീട് അപമാനിച്ച വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ ഒരു ചടങ്ങിലും പങ്കെടുക്കില്ല എന്ന് തീരുമാനിച്ചു. ഇതോടെ പ്രതികാരമെന്നോണം സോഷ്യൽ മീഡിയയിൽ ഇയാൾ തന്റെ പേര് വലിച്ചഴിക്കുകയും മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയുമായിരുന്നു എന്നായിരുന്നു നടിയുടെ കുറിപ്പ്. വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നാണ് നടിയുടെ തീരുമാനം. സൈബർ സെല്ലിന്റെ സഹായത്തോടെ 30 പേരെ പിടികൂടാനാണ് പോലീസിന്റെ ശ്രമം. ഇനിയും ഇത്തരത്തിലുള്ള കമന്റുകൾ വന്നാൽ സ്വമേധയാ കേസെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. താരസംഘടനയായ അമ്മ നടിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതായി അറിയിച്ചു. വേണ്ട നിയമസഹായങ്ങൾ നൽകുമെന്നും അമ്മ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. ഇന്ത്യയിലെ നിയമ സംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് താൻ പൊതുവേദിയിൽ എത്തിയിട്ടില്ല എന്നും സാമൂഹ്യ മാധ്യമത്തിലൂടെ മോശമായി ചിത്രീകരിക്കുന്നവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് എന്നും നടി അവസാനം പങ്കുവച്ച സാമൂഹ്യ മാധ്യമ കുറിപ്പിൽ പറയുന്നു.
അമൃത ന്യൂസ്, കൊച്ചി. ശരണാമൃതം co-powered by ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. മകരവിളക്ക് മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി. ഉത്തരായന കാലം കഴിഞ്ഞ് ദക്ഷിണായന കാലം തുടങ്ങുകയാണ്. ധനുമാസത്തിൽ നിന്നും മകരമാസത്തിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന ഈ സമയത്ത് പന്തളം കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവരുന്ന തിരുവാഭരണങ്ങൾ അയ്യപ്പസ്വാമിക്ക് ചാർത്തി ദീപാരാധന നടത്തും. ഇതോടൊപ്പം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞ് ഭക്തർക്കെല്ലാം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്നും മേൽശാന്തി പറഞ്ഞു. സ്വാമിയെ ശരണമയ്യപ്പ. നമ്മുടെ ഈ വർഷത്തെ മണ്ഡല മഹോത്സവം കഴിഞ്ഞു. അതിനോടനുബന്ധമായിട്ട് മകരവിളക്ക് മഹോത്സവം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് 2 കാലങ്ങളാണ്, ഉത്തരായന കാലവും ദക്ഷിണായന കാലവും. ആ ദക്ഷിണായന കാലം കഴിഞ്ഞ് ഉത്തരായന കാലം, ദേവകാലം തുടങ്ങിയായി. അന്നേരം ഈ ധനുമാസത്തിൽ നിന്നും മകരമാസത്തിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന സംക്രമ പൂജ. ആ സൂര്യൻ്റെ സംക്രമ സമയത്ത് വിശേഷാൽ മന്ത്രങ്ങളെ കൊണ്ട് ദേവന പൂജയും ഭഗവാന്റെ പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണം ഭഗവാന് ചാർത്തി ദീപാരാധന നടത്തുകയും ആ ദീപാരാധനയൊപ്പം തന്നെ പൊന്നമ്പലമേട്ടിൽ ദീപം തെളിഞ്ഞ് ഭക്തന്മാർക്കെല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുകയാണ്. എല്ലാ ഭക്തർക്കും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ. മലയാളി താരം KP രാഹുൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു. ഒഡീഷ FC-യിലേക്കാണ് രാഹുൽ പോകുന്നത്. പെർമനന്റ് ട്രാൻസ്ഫറിലൂടെ രാഹുൽ ഒഡീഷയിലേക്ക് പോകുന്ന വിവരം ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. അണ്ടർ-17 ലോകകപ്പിൽ ഇന്ത്യക്കായി കളിച്ച KP രാഹുലിനായി ചെന്നൈയിൽ, ഹൈദരാബാദ് തുടങ്ങിയ ക്ലബ്ബുകളും രംഗത്തെത്തിയിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയിൽ 2019 മുതൽ കളിക്കുന്ന രാഹുൽ 6 സീസണിലായി 81 മത്സരങ്ങളിൽ കളിച്ചു. 8 ഗോളുകൾ നേടിയിട്ടുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.